അക്വാ ടൈൽസിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഈ ടാങ്ക് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കാണിക്കുന്നത്. ഈ ടാങ്ക് ബെറ്റ ഫ്രൈസിനും ഗപ്പി ഫ്രൈസിനൊക്കെ വളരെ നല്ലൊരു ടാങ്കാണ്. കാരണം അതിൽ നാച്ചുറലായിട്ടുള്ള ഫീഡ് തന്നെ അതിന് കിട്ടും. ഈ ടാങ്കിൽ പായലൊക്കെ വരുമ്പോൾ അതിൽ ഇൻഫോസിരി ഉണ്ടാവും. അത് ഫിഷുകൾക്ക് പ്രത്യേകിച്ചും ഫ്രൈസിന് വളരെ നല്ലതാണ്, നാച്ചുറലായിട്ട് കിട്ടുന്ന ഫുഡാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ടാങ്ക് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ബെറ്റ ഫ്രൈസിനും ഗപ്പി ഫ്രൈസിനൊക്കെ പെട്ടെന്ന് ഗ്രോത്ത് വരാൻ സാധ്യതയുണ്ട്. ഇത് 1 അടി നീളവും 8 ഇഞ്ച് വീതിയും 6 ഇഞ്ച് പൊക്കമുള്ള ഒരു ടാങ്കാണ്. അപ്പോൾ ഈ ടാങ്ക് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ആദ്യം നോക്കാം. ടാങ്കിൻ്റെ അളവ് സെറ്റ് ചെയ്യാനായിട്ട്, ഫ്രെയിം സെറ്റ് ചെയ്യാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന തെർമോക്കോളിൻ്റെ പീസാണ്. ഇത് 1/2 ഇഞ്ച് തെർമോക്കോളിൻ്റെ പീസാണ്. അപ്പോൾ നമുക്ക് ഈ ടാങ്കിൻ്റെ സൈഡിലെ വീതിയും 1/2 ഇഞ്ച് തന്നെ കിട്ടും, ഒരേ അളവിൽ തന്നെ കിട്ടും. അപ്പോൾ ടോട്ടൽ ഞാനിവിടെ 4 പീസ് തെർമോക്കോൾ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നീളവും വീതിയും 1 ഇഞ്ച് ഞാൻ കൂടുതലാണ് എടുത്തേക്കുന്നത്. നമുക്ക് വേണ്ടത് ഇപ്പോൾ 1 അടി നീളവും 6 ഇഞ്ച് പൊക്കമുള്ള പീസാണ് വേണ്ടത്. അപ്പോൾ 6 ഇഞ്ച് പീസുള്ള ഒരു സ്ലാബ് ചെയ്യാനായിട്ട് ഞാൻ 1 ഇഞ്ച് വീതം നീളം കൂട്ടിയ തെർമോക്കോളിൻ്റെ പീസാണിത്. അതുപോലെ തന്നെ ഞാൻ 8 ഇഞ്ച് നീളത്തിൽ 6 ഇഞ്ച് വീതിയിലും 2 പീസ് എടുത്തിട്ടുണ്ട്. അതും ഈ പറഞ്ഞ പോലെ തന്നെ 1 ഇഞ്ച് അളവ് കൂടുതൽ ഇട്ടിട്ടുണ്ട്. നമുക്ക് കട്ട് ചെയ്ത് സൈഡിൽ ബോർഡർ വരാനായിട്ടാണ്. അപ്പോൾ നമുക്ക് ഈ പീസിൽ നിന്ന്, ഈ തെർമോക്കോളിൻ്റെ പീസിൽ നിന്ന് സൈഡിലെ ബോർഡർ മാത്രമായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. സെൻട്രലിലെ പീസ് നമുക്ക് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഈ ടാങ്കിന് വേണ്ടിയിട്ടുള്ള ഫ്രെയിം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്ലാബ് ചെയ്യാനായിട്ട് ഞാനിവിടെ എം സാൻഡ് എടുത്തിട്ടുണ്ട്. ഈ സ്പൂണിൽ ഏകദേശം ഒരു 6 സ്പൂൺ എം സാൻഡാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ അതിലേക്ക് ഞാൻ 5 സ്പൂൺ സിമെൻറ്റും കൂടെ ആഡ് ചെയ്ത് ഒന്ന് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ ഫ്രെയിം ഞാൻ ഇങ്ങനെയാണ് സെറ്റ് ചെയ്തത്. നിരപ്പുള്ളൊരു തറയിൽ പേപ്പർ വിരിച്ചിട്ട് അതിൻ്റെ പുറത്ത് ഈ 4 ഫ്രെയിമും ഞാൻ വെച്ചിട്ടുണ്ട്. അതേ അളവിൽ ഉള്ളത് തന്നെ താഴെയും വെച്ചിട്ടുണ്ട്. ഇതിൽ ചെറിയ കമ്പി വെച്ചിട്ട് ഞാൻ ക്ലാമ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും കൂടെ അളവിന് നമുക്ക് സൗകര്യത്തിനായിട്ടാണ് ഇങ്ങനെ വെച്ചേക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി ആ സിമെൻറ്റ്, കുഴച്ച സിമെൻറ്റ് ഇതിലേക്കിട്ട് ഒന്ന് നിരപ്പാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് വയ്ക്കാനുള്ള കമ്പിയാണിത്. ഇതിപ്പോൾ 4 പീസ് കമ്പി എടുത്തിട്ടുണ്ട്. 8 ഇഞ്ചിൻ്റെ പീസിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന 7 ഇഞ്ചിൻ്റെ കമ്പിയാണ്. 2 കമ്പി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 അടിക്കുള്ള പീസിന് വേണ്ടിയിട്ട് ഞാൻ 10 ഇഞ്ചിൻ്റെ 2 കമ്പി എടുത്തിട്ടുള്ളത്. ഇനി ഇതിൽ ഞാൻ ക്ലാമ്പ് കൊടുക്കുന്നുണ്ട്. 1 അടി പീസിന് 2 ക്ലാമ്പും 8 ഇഞ്ചിൻ്റെ പീസിന് ഓരോ ക്ലാമ്പ് വീതം ക്ലാമ്പ് കൊടുക്കുന്നുണ്ട്. അടിവശത്ത് ബേസ് പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടുള്ള ക്ലാമ്പാണ്. ഇനി ഇതിൽ ടാങ്കിൻ്റെ ഈ സ്ലാബിൻ്റെ മുകൾ വശം കെട്ടി നിർത്താൻ വേണ്ടിയിട്ട്, അത് നല്ല സ്ട്രോങ് ആയിട്ട് കെട്ടി നിർത്താൻ വേണ്ടിയിട്ട് ഞാൻ ഒരു 8 പീസ് കമ്പി എടുത്തിട്ടുണ്ട്. ഓരോ സ്ലാബിന് 2 വീതമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് ആ സ്ലാബിൻ്റെ മുകൾ വശത്തായിട്ട് നമുക്ക് അതും കൂടെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ കമ്പിയും ക്ലാമ്പും എല്ലാം ഞാൻ കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. അത് നല്ല വ്യക്തമായിട്ട് കാണാം.
ഇതിന് ഇനി 2 ദിവസം വേണം. ഒന്ന് സിമെൻറ്റും സെറ്റ് ആവാനായിട്ട് 2 ദിവസം വേണം. കാരണം ഇത് സ്ലാബായിട്ട് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ 2 ദിവസമെങ്കിലും സമയം കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ പൊട്ടിപ്പോകാൻ ഇടയുണ്ട്. അതുകൊണ്ട് നമുക്കത് 2 ദിവസം വെയിറ്റ് ചെയ്തതിന് ശേഷം നോക്കാം. ഇതെല്ലാം സെറ്റായി. ഇനി നമുക്കിതെല്ലാം ഒന്ന് ഇളക്കിയെടുക്കാം. ഈ തെർമോക്കോളിൻ്റെ പീസ് വേണമെങ്കിൽ നമുക്ക് ശ്രദ്ധിച്ച് ഇളക്കിയെടുക്കുകയാണെങ്കിൽ വീണ്ടും ഉപയോഗിക്കാൻ സാധിക്കും. അല്ല ഒരു ടാങ്കിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇളക്കി കളഞ്ഞെടുക്കാം. അല്ല നമ്മൾ ശ്രദ്ധിച്ചെടുക്കുകയാണെങ്കിൽ ഈ തെർമോക്കോളിൻ്റെ പീസ് വെച്ച് തന്നെ നമുക്ക് വീണ്ടും ടാങ്കുകൾ ചെയ്യാൻ പറ്റും. സ്ലാബ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് സിമെൻറ്റ് മാത്രം ഒന്ന് കുഴച്ചിട്ട് ഇതിൻ്റെ വശങ്ങളിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കാം. ഈ സ്ലാബ് ജോയിൻ്റ് ആവുന്ന ഭാഗത്ത് കറക്റ്റായിട്ടൊന്ന് തേച്ചെടുക്കാം. ഇതിൽ ഞാൻ ജോയിൻ്റ് എല്ലാം സിമെൻറ്റ് ഉപയോഗിച്ച് ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ അത് നല്ലൊരു ജോയിൻ്റ് ആവും. ഈ സൈഡെല്ലാം ഒന്ന് നല്ല ജോയിൻറ്റുകളെല്ലാം നല്ല സ്ട്രോങ് ആവും. സ്ലാബെല്ലാം ജോയിൻ ചെയ്തു. മുകളിൽ നമ്മൾ വച്ചിരുന്ന കമ്പി വെച്ചിട്ട് കെട്ടിയിട്ടുണ്ട്. ഇനി താഴെ നമുക്കെല്ലാം ക്ലാമ്പ് വന്ന് നിൽപ്പുണ്ട്. എല്ലാ സൈഡിൽ നിന്ന് ക്ലാമ്പ് ചെയ്യുമ്പോൾ ആ ക്ലാമ്പുകളെല്ലാം നമുക്കൊന്ന് കമ്പി കൊണ്ട് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഏകദേശം ഞാൻ 2 സ്പൂൺ എംസാൻഡും 2 സ്പൂൺ സിമെൻറ്റും എടുത്തിട്ടുണ്ട്. അതൊന്ന് മിക്സ് ചെയ്താണത്. ഇതിനി ഇതിനകത്തേക്ക് ഒഴിച്ച് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് ഉണങ്ങാനായിട്ട് ഒരു ദിവസം വേണം. ഒരു ദിവസം ശേഷം നമുക്ക് ഇതിനെ ബാക്കി എന്താ ചെയ്യേണ്ടത് നോക്കാം. സെറ്റായിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ് ടാങ്ക് നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സിമെൻറ്റ് മാത്രം വെച്ചിട്ട് ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. പുറമൊക്കെ ഒന്ന് സിമെൻറ്റ് മാത്രം വെച്ചിട്ട് ഒന്ന് പ്ലാസ്റ്റർ ചെയ്ത് ഫിനിഷ് ചെയ്തെടുക്കാം.
ടാങ്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ദിവസം ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം ഇതിനകത്തേക്ക് വെള്ളം നിറയ്ക്കാം. ഇപ്പോൾ എല്ലാം സെറ്റായി. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം നിറയ്ക്കാം. ഇതിൽ ഏകദേശം 6 ലിറ്റർ വെള്ളം കൊള്ളാനുള്ള കപ്പാസിറ്റി ഉണ്ട്. നിറയെ വെള്ളം ഒഴിക്കുകയാണെങ്കിൽ 6 ലിറ്റർ വരെ കൊള്ളാം. പക്ഷെ നമ്മൾ ഈ ഫ്രൈസിനൊക്കെ ഇതിന് ഉപയോഗിക്കാൻ നേരത്ത് നമ്മൾ മാക്സിമം വെള്ളം കുറച്ചു ഒരു 4 ഇഞ്ച് വരാൻ തരത്തിലുള്ള വെള്ളം മാത്രം ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം വെള്ളത്തിൻ്റെ ആഴം കൂടുന്നതനുസരിച്ച് അടിവശത്തേക്ക് ഓക്സിജൻ്റെ കണ്ടന്റ് കുറയും. അപ്പോൾ ഈ ഫ്രൈസിനൊക്കെ ചിലപ്പോൾ ജനിച്ച ഉടനെയുള്ള ഇതായതുകൊണ്ട് ചിലപ്പോൾ അതിന് ബ്രെയിത്തിന് പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഫ്രൈസിന് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം മാക്സിമം ഒരു 4 ഇഞ്ച് വെള്ളത്തിൻ്റെ ഹൈറ്റിൽ മാത്രം വെള്ളം ഇടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിന് നമുക്ക് തൊണ്ട് ഉപയോഗിച്ച് ഇതിൻ്റെ സിമെൻറ്റിൻ്റെ അംശം പൂർണ്ണമായിട്ട് മാറ്റാം. ഞാൻ നേരത്തെയുള്ള വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ള പോലെ സിമെൻറ്റ് ടാങ്കിന് പ്രത്യേകിച്ച് നമ്മൾ തൊണ്ടോ അല്ലെങ്കിൽ വാഴപ്പിണ്ടിയോ ഉപയോഗിച്ച് നമുക്കിതിൻ്റെ സിമെൻറ്റിൻ്റെ അംശം കളയാൻ സാധിക്കും. ഏകദേശം ഒരു 4 ദിവസം അല്ലെങ്കിൽ 5 ദിവസങ്ങൾ വെച്ചതിന് ശേഷം നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ സാധാരണ ടാങ്ക് ഉപയോഗിക്കുന്നവരെ നമുക്ക് ഈ ടാങ്കെല്ലാം ഉപയോഗിക്കാം. വളരെ ഈസിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടാങ്കാണ്. ഇതിന് ഏകദേശം എനിക്ക് ഒരു 40 രൂപ അല്ലെങ്കിൽ മാക്സിമം ഒരു 50 രൂപയ്ക്കകത്തേ വരുന്നുള്ളൂ ഇതിന് ചിലവായിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ടാങ്കുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ബെറ്റർ പ്രൈസിന് തന്നെ ഫ്രീ സിം ആവുന്ന സമയം നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഗ്രോത്ത് വരും. ഇതിനകത്ത് ഉണ്ടാവുന്ന ഇൻഫോസൂര്യ, ഇതിനകത്ത് ഉണ്ടാവുന്ന പായൽ, കഴിക്കുന്ന തരത്തിലുള്ള പായൽ, പ്രത്യേകിച്ചും കുഞ്ഞുങ്ങൾക്ക് കഴിക്കാൻ കണക്കിനുള്ള ചെറിയ പായലുകളൊക്കെ അതിനകത്ത് ഉണ്ടാവാറുണ്ട് ഈ സിമെൻറ്റ് ടാങ്കിൽ. ആൽക്കാ വാട്ടറിൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടാവും. അപ്പോൾ ഗ്രോത്ത് വരാനായിട്ട് കുഞ്ഞുങ്ങൾക്ക് നാച്ചുറലായിട്ട് അതിന് ഫീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ പെട്ടെന്ന് അതിന് ഗ്രോത്ത് വരും. അപ്പോൾ ഇതുപോലെ ടാങ്ക് ഉണ്ടാക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഞാൻ ഒരുപാട് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. ബെറ്റ ഫിഷിനെ കുറിച്ചും ഗപ്പി ഫിഷിനെ കുറിച്ചൊക്കെ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ടാങ്കുകൾ ചെയ്തിട്ടുള്ള വീഡിയോകളുടെ ചാനലിലുണ്ട്. അതെല്ലാം ഒന്ന് കാണുക. ചില സാഹചര്യങ്ങൾ കാരണം എനിക്ക് ചെറിയൊരു ഗ്യാപ്പ് എടുക്കേണ്ടി വന്നു. ഫിഷിനെ കുറിച്ചുള്ള വീഡിയോസ് ഇടാനൊക്കെ ചെറിയൊരു ഗ്യാപ്പ് എടുക്കേണ്ടി വന്നു. ഇനി അങ്ങോട്ട് കണ്ടിന്യൂസ് വീഡിയോകൾ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക. അപ്പോൾ ഇനി ബെറ്റ ഫിഷ് വിശേഷങ്ങളുമായി ഇനി വരുന്നതാണ്. അതുവരെ ബൈ.